ഹായ് ഗായ്സ്, നമസ്കാരം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ഞാനൊരു മോർണിംഗ് കോട്ടുമായിട്ടാണ് വന്നത്. നമ്മൾ തോറ്റു കൊടുക്കില്ല എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചാൽ നമുക്ക് ആരുടെ മുന്നിലും തോൽവിയായി പോയി നിൽക്കേണ്ടി വരില്ല. പല സന്ദർഭങ്ങളിലും പലരുടെയും വാക്കുകളിലുമൊക്കെ നമുക്ക് സങ്കടം തോന്നിയേക്കാം. പക്ഷേ നമ്മൾ അവർ പറഞ്ഞത് ഓർത്ത് സങ്കടപ്പെട്ടിരുന്ന് സമയം കളയാതെ നമ്മൾ നമ്മളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ബന്ധങ്ങളെ മാറ്റി അവർക്ക് മുന്നോട്ട് പോകാമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളതൊന്നും തിരുത്താനേ നിൽക്കാൻ പാടില്ല. അവരുടെ ഇഷ്ടത്തിന് അങ്ങ് വിടുക. നമ്മളുടെ ഇതെന്തായിരുന്നു, നമ്മളുടെ ശക്തി എന്തായിരുന്നു എന്നും നമ്മളുടെ സ്നേഹം എന്തായിരുന്നു എന്നും ഒക്കെ മനസ്സിലാക്കാൻ ഇത്തരക്കാർക്ക് ഒരുപാട് സമയങ്ങൾ എടുക്കേണ്ടി വരും. നമ്മൾ പൂർണ്ണമായിട്ട് അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് ബോധ്യമാകുമ്പോഴായിരിക്കും നമ്മളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നത്. അതുവരെ നമ്മൾ അവർക്ക് അന്യരായിരിക്കാം. നമ്മളെ കൊണ്ട് അവർക്ക് ഒരു പ്രയോജനം കിട്ടിയില്ല എന്നവർ കരുതും. നമ്മളെക്കൊണ്ട് പല പ്രയോജനങ്ങളും നേടിയിട്ടും അവർ ഒരു വാക്കിൽ പറയും നമ്മളെക്കൊണ്ട് അവർക്കൊന്നും ലഭിച്ചിട്ടില്ല എന്ന്. അത്തരം ആൾക്കാരുടെ മനോചിന്തകൾ ഒരു മനുഷ്യർക്കും മാറ്റിയെടുക്കാൻ പാടാണ്. അപ്പം അത്രയും ചിന്താഗതിയായിട്ട് നടക്കുന്നവർ ഒരിക്കലും ലൈഫിൽ സക്സസ് ആവുകയും ചെയ്യത്തില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. വാക്കുകൊണ്ടായാലും നോട്ടം കൊണ്ടായാലും നമ്മളെ സ്നേഹിക്കുന്നവരെ ഒറ്റപ്പെടുത്തി പോകുന്നവർക്ക് ബന്ധങ്ങളുടെ വാല്യൂ അറിയില്ല, സ്നേഹത്തിൻ്റെ വാല്യൂ അറിയില്ല. അതൊക്കെ വെറും പൊള്ളയായ വാക്കുകൾ മാത്രമാണ്. അവരങ്ങനെയാണ്, അവരിങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ അവർക്കൊന്നും ബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉറവിടങ്ങളും വാല്യൂ അറിയില്ല. അതാണ് സത്യം. സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് അവർ അനുഭവിച്ചത് എന്ന് കരുതും. പക്ഷെ അവർ മറ്റുള്ളവർക്കൊരു വിഷയം ഉണ്ടാക്കിയിട്ടായിരിക്കും അവരുടെ വേദനകളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത്. അത്തരം കാലം അവരുടെ വേദനകളെ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വേദനയും ഒന്നും അവർ ചിന്തിക്കില്ല. സ്വാർത്ഥരാണ്. അത്തരം സ്വാർത്ഥരിൽ നമ്മൾ ഫോക്കസ് ചെയ്യാതിരിക്കുന്നതല്ലേ ബെറ്റർ. അവരെക്കുറിച്ച് നമ്മൾ എന്തിനാണ് വേദനിക്കുന്നത്? നമ്മളെ വേണ്ടാത്തവരുടെ പുറകെ നമ്മൾ എന്തിനാണ് പോകുന്നത്? അതല്ലേ ശരി. ഒരിക്കൽ അവർക്ക് മനസ്സിലാവും നമ്മളുടെ വാല്യൂ എന്തായിരുന്നു എന്ന്, നമ്മൾ എന്തായിരുന്നു അവർക്ക് മനസ്സിലാവും.